ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആശാ സജി. 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് 25ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ്. റോണ്ട ബേൺ പറയുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണെന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഇത്രയും നാൾ ഉണ്ടായിട്ടുള്ള കാഴ്ചപ്പാട് മാറാനായിട്ട് പോവുകയാണ്. അതായത് ദൈവം എന്നത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരാളല്ല, ദൈവം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭിക്ഷയാചിക്കും പോലെ പ്രാർത്ഥിക്കരുത്. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതാവണം പ്രാർത്ഥന. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും പ്രപഞ്ചം അത് നടത്തിത്തരും. അത് നമ്മുടെ നല്ല ചിന്തകളിലൂടെ ചോദിക്കണമെന്ന് മാത്രം. ദൈവത്തിനറിയാം നമ്മളിൽ നന്മ നിറയണമെങ്കിൽ നന്ദി പറയുന്നതിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദിവസം പ്രതി നമുക്ക് ഒരുപാട് നന്മകൾ, നന്ദി പറയാനുള്ള അവസരങ്ങളും ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം തരുന്ന സൂചനകളെ നമ്മൾ മനസ്സിലാക്കി നന്ദി പറയുകയേ വേണ്ടൂ. അതിലൂടെ ഒരുപാട് നന്ദി പറയാനുള്ള അവസരങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ രാവിലെ ഉദയസൂര്യനെ കാണുകയാണ് എങ്കിൽ ഉടനെ നമ്മൾ മനസ്സിലാക്കുക, ഇന്നത്തെ ദിവസം പ്രകാശമായിരിക്കാൻ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം തന്ന ഒരു സൂചനയാണിത്. അതിന് നന്ദി പറയുക. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കുക, നമുക്ക് ഇന്നത്തേക്കുള്ള എനർജിയാണ്, അതിന് നന്ദി പറയുക. ഇനി നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ATM കാണുമ്പോൾ ഈ രീതിയിൽ ചിന്തിക്കുക, എനിക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്തിന് നന്ദി, എൻ്റെ പേഴ്സിൽ നിറഞ്ഞിരിക്കുന്ന പണത്തിന് നന്ദി പറയുക. അത് നമ്മളിലേക്ക് പണം വരാനുള്ള പ്രപഞ്ചം തരുന്നൊരു സൂചനയാണ്. ഇനി നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വളരെ സ്ലിമ്മായിട്ടുള്ള അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി നടന്നു പോവുകയാണ് എങ്കിൽ നമ്മൾക്ക് നല്ല വണ്ണമുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി സുന്ദരിയായിട്ട് തോന്നിക്കും. അപ്പോൾ ആ പെൺകുട്ടിയെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും. അതിനു പകരം ആ ഒരു ഐഡിയൽ വെയിറ്റുള്ള ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഐഡിയൽ വെയിറ്റ് കിട്ടാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. അതിന് നന്ദി പറയുക. ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാറ് നമ്മുടെ മുന്നിലൂടെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് അത് കിട്ടാൻ പോകുന്നതിൻ്റെ സൂചനയാണ്, അതിന് നന്ദി പറയുക. ഇനി നമ്മൾ ഒരു ആംബുലൻസിൻ്റെ സൈറൻ കേൾക്കുകയാണ് എങ്കിൽ നമ്മുടെ സമ്പൂർണ്ണ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ കൃതജ്ഞാലുവായിരിക്കേണ്ടതിനെ കുറിച്ചുള്ള പ്രപഞ്ചം തരുന്ന ഒരു സൂചനയാണ്, അതിന് നന്ദി പറയുക. ഇനി എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. ഇനി പ്രപഞ്ചം തരുന്ന മാജിക്കൽ സൂചനകൾ നമ്മൾ തിരിച്ചറിയുക, നന്ദി പറയുക. അതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ 7 സൂചനകൾ കണ്ടെത്തി നന്ദി പറയുക. നമ്മൾ ഈ നിമിഷത്തിൽ ജീവിച്ചാൽ നമുക്ക് 7 ഒരുപാട് സൂചനകൾ നമുക്ക് കിട്ടും. ചുരുങ്ങിയത് 7 സൂചനകൾ കണ്ടെത്തി നന്ദി പറയുക. അതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം.